ആ കൊച്ചുകുടിലിൽ സമാധാനത്തോടെ ജീവിക്കുകയാണ് ജസീന. അവൾക്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല. ആ ഇടക്കായിട്ട് അതാ ആ വീടിൻ്റെ തൊട്ടടുത്തു കൂടെയുള്ള ആ റോട്ടിലൂടെയൊക്കെ കുറച്ച് ചെക്കന്മാർ ആരൊക്കെയോ അന്വേഷിച്ച് നടക്കുന്ന പോലെ പലരോടുമായി ചോദിച്ചു, ഇതിലെ ഒരു പെൺകുട്ടി പോകുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഒരു 18 വയസ്സ് തോന്നിക്കാണും. കണ്ടവരെല്ലാം ഇല്ലെന്ന് തലയാട്ടി. ഒരിക്കലും ആ വഴിയിലൂടെ പകലിൽ ജസീന നടന്നിട്ടില്ല. പക്ഷെ ആ കൊച്ചുകുടിലിൻ്റെ മുമ്പിലേക്കും അവരെത്തി. എല്ലാ വീടുകളിലും കയറിയിറങ്ങി ചോദിക്കുകയാണ് അവർ. 2 ദിവസം മുമ്പ് കാണാതായതാണ്. ഒരു പെൺകുട്ടിയാണ്, മെലിഞ്ഞു വെളുത്ത ശരീരമുള്ള പെൺകുട്ടി. ഏകദേശം 18-19 വയസ്സ് തോന്നിക്കും. നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ കണ്ടു കിട്ടുന്നവർക്ക് ഒരു പാരിതോഷികവും ഉണ്ട്. ബോസാണ് ഇതിനു വേണ്ടി തിരയാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി പറഞ്ഞത്. എല്ലാ വീടുകളിലും അത് പറഞ്ഞു. പാരിതോഷികം ഉണ്ടെന്ന് കേട്ടപ്പോൾ എല്ലാവരും കരുതി, ഓ, എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ആ സംഖ്യ കിട്ടുമായിരുന്നു. രാജേഷിനോട് ബോസ് പറഞ്ഞിട്ടുണ്ട്. രാജേഷ്, അവൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞാൻ നിനക്ക് ചില കരാറുകൾ നൽകിയിട്ടുണ്ടല്ലോ. അതിനനുസരിച്ച് അവളെ എനിക്ക് വേണമെന്ന് ഞാൻ എപ്പോഴേ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവളെ കണ്ടെത്തണം. പിന്നെ നിന്നോടായതുകൊണ്ട് ഞാൻ വല്ലാതെ കർശനമായി പറയുന്നില്ല. എങ്കിൽ എനിക്ക് കിട്ടാതിരിക്കാനും പറ്റില്ല. അത്രക്കും സുന്ദരി പെണ്ണായ അവളെ നഷ്ടപ്പെടാൻ പാടില്ല. രാജേഷ്, നീ ഒരു പരസ്യം ചെയ്യേ. എന്താണെന്നോ? കണ്ടെത്തുന്നവർക്ക് 5 ലക്ഷം രൂപ. അത് ഞാൻ അങ്ങോട്ട് കൊടുക്കും. എന്താ, എല്ലാവരും തിരയട്ടെ അവളെ കിട്ടുവാൻ വേണ്ടി. അങ്ങനെയാണ് ജസീന താമസിക്കുന്ന ആ ഒരു വീടിൻ്റെ ഭാഗത്തു കൂടിയും അന്വേഷണ സംഘം നടന്ന് പോയത്. വാഹനങ്ങളിലും നടന്നിട്ടുമായി കുറച്ചാളുകൾ. അത് രാജേഷിൻ്റെ ബോസിൻ്റെ ആളുകൾ, അവൻ്റെ ഫ്രണ്ട്സുകൾ എല്ലാവരും ജസീനയെ തിരഞ്ഞ് നടക്കുകയാണ്. ആ കൊച്ചുകുടിലിൻ്റെ മുമ്പിലും അവരെത്തി. പാവം ആ ഉമ്മാക്ക് ഇതൊന്നും അറിയില്ല. 5 ലക്ഷം പാരിതോഷികം കിട്ടും എന്നുള്ള കാര്യവും അവർക്കറിയില്ല. പാവം ഒരു ഉമ്മയാണ്. ഉപ്പയാണെങ്കിൽ പള്ളിയിലും. അദ്ദേഹം രാത്രി 11 മണിക്ക് പള്ളിയെല്ലാം അടച്ച് തിരിച്ച് നടന്നാണ് വീട്ടിലെത്താറുള്ളത്. രാവിലെ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും. പിന്നെ മോളുണ്ടായത് കൊണ്ട് തന്നെ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ആ വീട്ടിലും അതാ രാജേഷിൻ്റെ ആളുകൾ അവിടെ എത്തുന്നു. അവിടെ ബെല്ലടിക്കാൻ നോക്കിയപ്പോൾ ബെല്ലില്ല. കാരണം കൊച്ചു കുടിലാണ്. ആ കുടിലിൽ ഒരു ബെല്ലുമില്ല. വാതിലിൽ പതുക്കെ ഒന്ന് മുട്ടി. ഹലോ, ഇവിടെ ആരില്ലേ? ഒരു നിമിഷം ആ ഒരു മുട്ട് ജസീന കേട്ടു. ഒരു നിമിഷം അവൾ ഞെട്ടിത്തരിച്ചു പോയി. റബ്ബേ, ആ ഒരു മുട്ടൽ കണ്ടിട്ട്. കതക് തുറക്കുവോ? ഒരു കാര്യം പറയാനാണ് എന്നുള്ള ആ ഒരു സംസാരം കേട്ടപ്പോൾ ജസീനയ്ക്ക് എവിടേക്കോ ആ ശബ്ദം പരിചയമുണ്ട് എന്നൊരു തോന്നൽ. അവൾ പേടിച്ച് ആ ഇരുട്ടുമുറിയിലേക്ക് കൂളിയിട്ടു. പടച്ചോനെ, എന്നെ തിരഞ്ഞെങ്ങാനും വന്നതാണോ? ഒരു നിമിഷം അവളാകെ വിയർത്തു പോയി. ആ ഉമ്മ ആരാണ് വാതിലിൽ മുട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് അതാ കോലായുടെ ആ ഭാഗത്തേക്ക് ചെല്ലുന്നു. ആരാണാവോ? വാതിലിൽ മുട്ടിയപ്പോൾ അവർ വേഗം ചെന്ന് ആ വാതിൽ അതാ തുറന്നു കൊടുക്കുന്നു. ആരാ മക്കളെ? അതെ ഉമ്മ, ഇതിലൊരു പെൺകുട്ടി പോകുന്നത് കണ്ടോ നിങ്ങൾ? 2 ദിവസമായിട്ട് കാണുന്നില്ല. അത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. ആ കുട്ടി നഷ്ടപ്പെട്ടു പോയതാണ്. അവളെ തിരിച്ചേൽപ്പിക്കണമെങ്കിൽ എങ്ങനെയാണെന്നറിയില്ല. അവൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയതാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന്. ആ ഉമ്മ അങ്ങനെ പറഞ്ഞു വന്ന ആളുകളെ അടിമുടിയൊന്ന് നോക്കി. അത് എല്ലാവരും കുറിയിട്ടിട്ടുണ്ട്. കയ്യിൽ ഒരു ചരടും മാലയും ഒക്കെയായിട്ട്. അങ്ങനെ ഉമ്മാക്ക് അല്പം ഭയം തോന്നി. എന്നാലും ഇപ്പോൾ ഈ ഒരു മുസ്ലിം പെൺകുട്ടി എങ്ങനെ ഇവരുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെടുന്നത്? അത് ആ ഉമ്മാക്ക് എന്ത് പറയണമെന്നായിപ്പോയി. എന്താ ഉമ്മ നിങ്ങൾ മുഖത്തേക്ക് നോക്കുന്നത്? ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ തിരയാനുള്ളതാണ്. പിന്നെ ഉമ്മ 5 ലക്ഷമാണ് ആ കുട്ടിയെ കണ്ടുപിടിച്ച പ്രതിഫലം പറഞ്ഞിരിക്കുന്നത്. അവരുടെ ബോസ് 5 ലക്ഷം 5 ലക്ഷം വേണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി എവിടെയാണെങ്കിലും പറഞ്ഞോളൂ. അത് മാത്രമല്ല, എവിടെ കണ്ടാലും എന്തൊക്കെ തന്നെയായാലും നിങ്ങൾക്കതിൻ്റെ പാരിതോഷികം കിട്ടും. അതുറപ്പാണ്. ഒരു നിമിഷം ഉമ്മ എന്ത് പറയണം എന്നു കരുതി. പഠിച്ചോനെ,
ഇറ്റങ്ങളെ കൂട്ടത്തേക്ക് ആ പെൺകുട്ടിനെ ഇട്ട് കൊടുത്താൽ ചെന്നായ്ക്കളടിക്ക് ആടിനെ കിട്ടിയ പോലെ ആയിരിക്കും. വേണ്ട, എന്താ തട്ടിപ്പും കൊണ്ട് ഇറങ്ങിക്കുക ആർക്കറിയാം. അത് ഇതിൽ പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഉമ്മ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. പക്ഷെ വീട്ടിൽ ഉണ്ട്, എൻ്റെ ഭർത്താവ് കൊണ്ടുവന്നതാണ്, അതൊന്നും അവർ പറഞ്ഞതേയില്ല. അവർ പറഞ്ഞു നടന്നു പോകുന്നതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാവാൻ എങ്ങനെടാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു നടക്കുമ്പോൾ, ഡാ കണ്ടുപിടിച്ച് ആദ്യം കൊടുക്കുന്നവർക്ക് 5 ലക്ഷം നമുക്കും കിട്ടുട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പം നല്ല സ്മാർട്ടിൽ എല്ലാ വീടിനും ഉള്ളും പുറമൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പം ആ കുടിലിൻ്റെ ഹേയ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അവിടെ ഒരാൾക്ക് തന്നെ നിൽക്കാൻ ഗ്യാപ്പില്ല. എന്നിട്ടല്ലേ ആ ഒരു സംഘം അതിലെ അങ്ങ് അടുത്ത വീട്ടിലേക്ക് പോയപ്പോഴാണ് ജസീനക്ക് ശ്വാസം നേരെ വീണത്. നേരെ ഉമ്മ അവളുടെ അടുക്കിലേക്ക്, മോളെ 4-5 ആൾക്കാർ ഇങ്ങോട്ട് വന്നിരുന്നു, 10-18 വയസ്സായൊരു കുട്ടി ഇതിലെ പോകുന്നുണ്ടോയെന്ന് ചോദിച്ചു. അവളാകെ ഭയന്നു പോയി. റബ്ബേ, എൻ്റെ കള്ളിയെല്ലാം പുറത്താകുമോ? ഞാനൊരു ഹിന്ദു ചെക്കൻ്റെ കൂടെ ചാടിപ്പോയതാണെന്നും അവന് ഞാൻ ഗർഭിണിയായെന്നും അവൻ പിന്നീട് എന്നെ അവൻ്റെ മുതലാളിക്ക് വിൽക്കാൻ പോവുകയാണെന്നും അതൊക്കെ അറിഞ്ഞാൽ അയ്യേ എന്തൊരു മോശമാണ്. എന്താ ഞാൻ പറയുക? ഉമ്മ, അത് അങ്ങനെ ഒരു ആൾക്കാരാണ്. അവർ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ കണ്ടുവെക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അങ്ങനൊരു പ്ലാനിങ് നടത്തുന്നത്. മോളെ, അത് മാത്രമല്ല, കണ്ടുകിട്ടുന്നവർക്ക് 5 ലക്ഷം സമ്മാനമായി ലഭിക്കുമത്രേ. അതുകൂടി കേട്ടപ്പോൾ അവൾക്കാകെ ഭയമായി. ഇല്ല, ആരെങ്കിലും എന്നെ കണ്ടാൽ ഉറപ്പായിട്ടും കൊണ്ടുപോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോഴാണ് അവൾ ആ വസ്ത്രം കണ്ടത്. പള്ളിയിൽ നിന്നെടുത്ത ആ ഒരു ഹിജാബും ആ ഒരു പർദ്ദയും. ഒരു നിമിഷം അവൾ ചിന്തിച്ചു പോയി, റബ്ബേ, ഈ പർദ്ദയ്ക്ക് ഇത്രമാത്രം സേഫ്റ്റി ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഒരാളുടെ ഇടയിൽ നിന്നങ്ങ് രക്ഷപ്പെടാലോ. തൊട്ടടുത്തത് ഷഫീഖ് ഉസ്താദിൻ്റെ വീട്ടിലേക്കാണ് അവർ പോകുന്നത്. ഒരു പെൺകുട്ടി നഷ്ടമായിട്ടുണ്ട്. ആ കുട്ടിയെ തിരിച്ചെത്തി കൊടുക്കുന്നവർക്ക് 5 ലക്ഷം രൂപ സമ്മാനമായി നൽകുന്നുണ്ട്. ഏകദേശം 18-19 വയസ്സിനിടയിൽ വെളുത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് അത്. അവളെ കണ്ടെത്തിയാൽ അവളുടെ പിതാവാണ് ഈ ഒരു വാഗ്ദാനം നൽകിയിട്ടുള്ളത്. അവർ അവിടെയും കളവ് പറഞ്ഞ് പരത്തി. ഒരു നിമിഷം ഷഫീഖിൻ്റെ ഉമ്മ, ഇതാ കിട്ടുകയാണെങ്കിൽ കാണുകയാണെങ്കിലും ഈ നമ്പറിലൊന്ന് ബന്ധപ്പെടണം എന്ന് കരുതി അവിടെ ഒരു നമ്പറും അതാ കൊടുക്കുന്നു, ഒരു കാർഡ്. ഷഫീഖിൻ്റെ ഉമ്മ ചോദിച്ച്, എങ്ങനെയാണ് കുട്ടി മിസ്സായത്? അതെങ്ങനെയാണെന്നറിയില്ല, കുട്ടി മിസ്സായിട്ടുണ്ട്. കുട്ടിനെ കണ്ടെത്തുന്നവർക്കാണ് ബോസിൻ്റെ അടുക്കൽ നിന്ന്, അല്ല സോറി, അവളുടെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് 5 ലക്ഷം രൂപ നൽകുന്നത്. അതുകൊണ്ട് അവളെ കണ്ടെത്തി കൊടുക്കാൻ സഹായിച്ചാൽ നിങ്ങളുടെ വീടൊക്കെ ഒന്ന് സെറ്റാക്കാം. ഷഫീഖിൻ്റെ ഉമ്മയോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് അവർ അത് ഓർത്തത്. അതെ, നമ്മുടെ അയൽവാസി താത്തിയുടെ വീട്ടിലുണ്ടല്ലോ 10-18 വയസ്സായ ഒരു പെൺകുട്ടി. സത്യത്തിൽ അത് എന്താണാവോ റബ്ബേ, പക്ഷേ പെൺകുട്ടിയല്ലേ. അങ്ങനെ അങ്ങോട്ട് എന്തൊക്കെ തന്നെയാലും മോനോട് അഭിപ്രായം ചോദിക്കാം. അല്ലമ്മ, നിങ്ങൾ കാര്യമൊന്നും പറഞ്ഞില്ല. നിങ്ങളിതാ ഒന്ന് വിളിച്ചറിയിക്കണം കേട്ടോ ഈ ഒരു നമ്പറിൽ. കണ്ടെത്തി കഴിഞ്ഞാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എങ്ങനത്തെ ആൾക്കാരാവും? എന്തായാലും മോനോടൊന്ന് ചോദിച്ചു നോക്കാം അഭിപ്രായം. കാരണം നമ്മളിഷ്ടത്തിന് കുട്ടിയുടെ ബാപ്പയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. എന്താവും, കുട്ടിയുടെ ബാപ്പയാണെങ്കിൽ വേഗം പറഞ്ഞയച്ചാൽ മതിയായിരുന്നു. പൈസക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല, ആ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെടൽ നല്ലത്. അല്ലാതെ ആ വീട്ടിലിങ്ങനെ ഒളിച്ചു കഴിയാന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമില്ലല്ലോ. എന്തായാലും അഭിപ്രായം ഒന്ന് മോനോടൊന്ന് ചോദിച്ചു നോക്കാം. ഉസ്താദ് പള്ളിയിലായിരുന്നു. ആരത്? ഉമ്മയാണല്ലോ ഈ സമയത്ത്. എന്തിപ്പോൾ ഈ സമയത്ത്? ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം മോനെ, എൻ്റെ പൊന്നുമോനെ. എടാ, ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിരുന്നോ. ഒരു പെൺകുട്ടിയെ നഷ്ടമായിട്ടുണ്ടെന്നോ. ആ കുട്ടിയെ കണ്ടെത്തി എൻ്റെ പിതാവിൻ്റെ കയ്യിൽ കൊടുത്താൽ 5 ലക്ഷം രൂപ തരുമത്രേ. അപ്പോൾ മോനെ, എനിക്കിങ്ങനെ ഒരു താത്താൻ്റെ തൊട്ടടുത്തുള്ള നമ്മൾ താത്താൻ്റെ വീട്ടിൽ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അതെങ്ങാനും ആണാവോ. ഇനി അതിനങ്ങനെ കൊണ്ടുപോയി കൊടുത്താൽ ഉമ്മ, നിങ്ങൾ എന്തേ പറയുന്നത്? ഏതെങ്കിലും പിതാവ് മക്കൾക്ക് വേണ്ടി അങ്ങനെ വില പറഞ്ഞ് കണ്ടെത്തുമോ? അവർ
മക്കൾ നഷ്ടപ്പെട്ടാൽ പോലീസിൽ ഏൽപ്പിക്കുക, അങ്ങനെയൊക്കെയല്ലേ ചെയ്യല്? അല്ലാതെ എങ്ങനെ വീടാന്തരം നടന്ന് എന്തോ ഉമ്മ നിങ്ങളീ പറയുന്നത്? അല്ല മോനെ, ഞാൻ പറയേ ഉമ്മ, ആ 5 ലക്ഷം നമുക്ക് ഒരിക്കലും വേണ്ട. എന്തിന്? ഹേയ്, നമുക്കൊരിക്കലും വേണ്ട. ഒരിക്കലും ഒരു പിതാവിന് വേണ്ടി ആയിരിക്കില്ല ആ ചെക്കന്മാരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ഒരിക്കലും അത് വിശ്വസിക്കാൻ പാടില്ലമ്മ. മോനെ, വലിയൊരു പൊട്ടൊക്കെ തൊട്ടിട്ട് ചന്ദനക്കുറയോ എന്തൊക്കെ ഇട്ടിട്ട് കയ്യുമ്മൽ മാലയൊക്കെ ഇട്ട് കഴുത്തിലൊക്കെ മാലിട്ട് കുറച്ച് ചെക്കന്മാരെ വന്നത്. സത്യം പറഞ്ഞപ്പോൾ എനിക്ക് അവരെ കണ്ടപ്പോൾ എന്താ തോന്നിപ്പോയി. പിന്നെ അതുമല്ല, ഒരു പെൺകുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞാൽ അവർ നടന്നപ്പോൾ എനിക്ക് തോന്നുക, പഠിച്ചവനെ അവരെ ഇടയ്ക്ക് എങ്ങാനും ആ പെൺകുട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ തടിയുള്ള 5-6 ചെക്കന്മാർ. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിപ്പോയി. ഒരു ഫോൺ നമ്പർ തന്നിട്ടുണ്ടേ, ഇതിൽ വിളിച്ച് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉമ്മ, തൽക്കാലം എൻ്റെ ഉമ്മ ഒന്നിനും നിൽക്കില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് വരാം, അതായിരിക്കും നല്ലത്. അല്ല മോനെ, എൻ്റെ മോന് വരുന്ന ദിവസം വ്യാഴാഴ്ചയല്ലേ? ആ, അതൊക്കെ ശരിയാണ് ഉമ്മ, വ്യാഴം തന്നെയാണ്. പക്ഷേ എനിക്ക് നാളെ വരേണ്ടി വരും, അല്ലെങ്കിൽ ഇന്ന് തന്നെ വരേണ്ടി വരും. ഉമ്മ, ഒന്നും നിങ്ങൾ ചെയ്യില്ല കേട്ടോ. ആരെന്തൊക്കെ തന്നെ ആയാലും നിങ്ങളൊന്നിനും നിൽക്കരുത് കേട്ടോ എൻ്റെ ഉമ്മ. പൊന്നുമ്മ, പൈസ ഒന്നും കേൾക്കുമ്പോഴൊന്നും നമ്മളൊരിക്കലും, നമ്മൾ ശരിയാണ് പാവങ്ങളൊക്കെ തന്നെയാണ്, എങ്കിലും ഇപ്പോൾ അൽഹംദുലില്ലാ റാഹത്തോടു കൂടി നമ്മൾ കഴിയണല്ലേ. അതിനും മേലെ എന്താ ഉമ്മ? ഇല്ല മോനെ, ഞാൻ ഒന്നിനും നിൽക്കൂല. എൻ്റെ കുട്ടി എന്നാ ഒന്നും ഇങ്ങോട്ട് വാ. ഷഫീഖ് ഉസ്താദിനെ പള്ളിയിൽ നിന്ന് അന്ന് സമാധാനം കിട്ടിയിരുന്നില്ല. റബ്ബേ, എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്? സത്യം പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത് എനിക്കൊന്നും അറിയണില്ല. എൻ്റെ മനസ്സാകെ വേദനിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയം ഉമ്മയോട് പറയാണ്, 18 വയസ്സായൊരു പെൺകുട്ടി ഇതിൽ പോകുന്നുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കണം. കണ്ടാൽ 5 ലക്ഷം രൂപ അതിലെങ്ങാനും ഉമ്മ വീണു പോവോ എന്നും അവൻ ഭയപ്പെട്ടിരുന്നു. അവൻ ധൃതിയിൽ തന്നെ അതാ നാട്ടിലേക്ക് വരുന്നു. മകൻ്റെ ആ വരവ് കണ്ട് ശരിക്കും ഉമ്മ പറഞ്ഞു, മോനെ, ഒരു 5-6 ആൾക്കാർ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കണം, താത്ത ഇവിടെ 18-19 വയസ്സായൊരു കുട്ടി ഇതിൽ പോകുന്നു കണ്ടിരുന്നോ? അതാണ് ചോദിക്കണതേ. എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ തോന്നിട്ടോ, നമ്മൾ അയൽവാസിൻ്റെ വീട്ടിലുണ്ടല്ലോ, അതെങ്ങാനും ആണോ? പിന്നെ അതല്ല ഞാൻ കരുതിയതേ, ഉപ്പ തരുന്നതാണ് പൈസ എന്നൊക്കെ പറയുമ്പോൾ അപ്പം എനിക്ക് തോന്നി ആ കുട്ടി രക്ഷപ്പെട്ടിട്ട് എന്നും കരുതി. ഉമ്മ, നമ്മളങ്ങനെ എടുത്തു കയറൊന്നും ചെയ്യാൻ പാടില്ല. അതിപ്പോൾ ആരോ എന്ത് ചെയ്തൊന്നും അറിയില്ലല്ലോ. ഷഫീഖിൻ്റെ മനസ്സിൽ ചെറിയൊരു സംശയം ഉടലെടുത്ത് തുടങ്ങി. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്, ആ ഉസ്താദ് തനിക്ക് വേണ്ടി ആഗ്രഹിച്ച ആ കല്യാണാലോചന അതെല്ലാം തട്ടിത്തെറിപ്പിച്ചു പോയി. പക്ഷേ അതിനിടക്ക് അവൾ മറ്റൊരു ചെക്കൻ്റെ കൂടെ പോവുകയും ചെയ്തു. ഹേയ്, അതവൻ വഴിയില്ല. അവരൊക്കെ നല്ല ഹാപ്പിയിലായിരിക്കും ജീവിക്കുന്നത്. പഠിച്ചോനെ, അതൊരിക്കലും അവളാവരുത് എന്ന് ഉസ്താദ് പ്രാർത്ഥിച്ചു. കാരണം ചെക്കന്മാരുടെ ഇടയിൽ നിന്നാണ് രക്ഷപ്പെട്ടത് എന്ന് തോന്നുന്നുണ്ട് അവരുടെ അന്വേഷണം കണ്ടിട്ട്. എന്താന്നാവോ ഉമ്മ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കും വേണ്ട, പറയും വേണ്ട. ആ കുട്ടിയോട് നിൽക്കുന്ന സ്ഥലത്ത് നിന്നോട്ടെ. നമ്മൾ ഒരിക്കലും ഒന്നിലും ചെന്ന് ചാടാൻ പാടില്ലല്ലോ. പറയാൻ പറ്റുമോ, വിശ്വസിക്കാൻ പറ്റുമോ എങ്ങനത്തെ ആളുകളാ അവരൊക്കെന്ന്? എന്നാൽ ഈ സമയം ജസീനയുടെ വീട്ടിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ 5 ലക്ഷം പാരിതോഷികം അതാ അവർ ഓഫർ ചെയ്തിരിക്കുന്നു. എൻ്റെ റബ്ബേ, ഇനി എല്ലാവരും എന്നെ തിരയുവാൻ വേണ്ടി നടക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുമാത്രമല്ല, ആദ്യമായിട്ട് അവർ ചെയ്യുന്നത് എന്നെ കയ്യിൽ കിട്ടിയാൽ തന്നെ ഉറപ്പാണ് എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കും, എൻ്റെ കുഞ്ഞിനെ കൊന്നു കളയും, ഇല്ലാതാക്കും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് റബ്ബേ, അവളാകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ആ ഉമ്മ അതാ അവളുടെ അടുക്കൽ സ്നേഹത്തോടെ ചെല്ലുന്നു. മോളെ, കുട്ടിക്ക് വീട്ടിൽ പോകാൻ കൊതിയാണ്ടെങ്കിൽ പറഞ്ഞോണ്ടിട്ടോ, ഏത് നിമിഷവും എവിടെച്ചാൽ കൊണ്ടാക്കി തരാട്ടോ. മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട. കുട്ടിക്ക് തിന്നാനും കുടിക്കാനുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരാണായിട്ടും പെണ്ണായിട്ടും പഠിച്ചോന് ഒരു തരുന്ന് തന്നിട്ടില്ല. അതുകൊണ്ട് മോളിവിടെ നിന്നു. ആ ഉമ്മ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവളുടെ മനസ്സിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. റബ്ബേ, 2 ദിവസമായിട്ട് ഛർദ്ദിച്ചിട്ടില്ല. മറ്റേത് ഭക്ഷണം അടുത്തുകൂടി കൊണ്ടുപോകുമ്പോൾ ഛർദ്ദിക്കുവാൻ വരും, പിന്നെ തിന്നാനും കഴിയില്ല. ഇപ്പോഴെന്താണാവോ ആ ഒരു ക്ഷീണവും തലകറക്കവും എല്ലാം മാറിയ പോലെ. ആ കൊച്ചുകുടിലിൽ സമാധാനത്തോടു കൂടി ജീവിക്കുകയാണ് ജസീന. അവളുടെ ജീവിതം എത്ര കാലം അങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഒരു പിടുത്തവുമില്ല അവൾക്ക്. പ്രത്യേകിച്ച്
2, 3, 4 മാസമായി തുടങ്ങുമ്പോൾ പിന്നീട് കുറച്ചൊക്കെ വയറങ്ങ് പൊങ്ങാൻ തുടങ്ങും. അതിൽ എന്ത് ഞാൻ ഉത്തരം പറയും റബ്ബേ, എനിക്കറിയുന്നില്ല. ഒരിക്കലും ഞാൻ ഗർഭം ചുമന്ന കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആരും ഉണ്ടാവില്ല എൻ്റെ ജീവിതത്തിൽ. ഒരു പക്ഷേ എനിക്ക് താങ്ങായിട്ടും തണലായിട്ടും ഉള്ളത് എൻ്റെ കുഞ്ഞാണെങ്കിലോ? വേണ്ട, അതുകൊണ്ട് ഞാൻ ഇതിനൊഴിവാക്കില്ല. ഉമ്മയോട് കാര്യങ്ങൾ എങ്ങനെ പറയും റബ്ബേ? പാവം പ്രായമായ ഉമ്മയും ഉപ്പയും. കാര്യങ്ങൾ പറയാഞ്ഞാൽ അവർ എന്ത് വിചാരിക്കും? പക്ഷേ താൻ മറ്റൊരു ഹിന്ദു യുവാവിൻ്റെ കൂടെ ഒളിച്ചോടി കിട്ടിയതാണ് ഈ സമ്മാനം എന്നറിയുമ്പോൾ ആ ഉമ്മയുടെ മനസ്സ് എന്തായിരിക്കും? ഇപ്പോൾ നല്ല സ്നേഹത്തോടു കൂടി അവരെന്നെ നല്ല രീതിയിൽ പരിചരിക്കുന്നുണ്ട്. പക്ഷേ ഇതറിഞ്ഞു കഴിയുമ്പോൾ എന്തായിത്തീരും പഠിച്ചോനറിയാം. പക്ഷേ ഇത് ഒളിച്ചു വെക്കാൻ പറ്റുന്നതല്ലല്ലോ. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് അറിയപ്പെടും, അതുറപ്പാണ്. ഷെഫീഖ് ഉസ്താദിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. അന്നവൻ ഉമ്മയോട് കാര്യങ്ങളെല്ലാം ഉപദേശിച്ചു. ഉമ്മ, എൻ്റെ പൊന്നും ഒന്നിനും നിൽക്കരുത് കേട്ടോ, ആരെങ്കിലുമൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ, പറയാൻ പറ്റില്ല. ആ കുട്ടിയെ ഷെഫീഖ് ഉസ്താദിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് പറ്റില്ലല്ലോ എന്ന് കരുതി നേരെ അതാ ഷെഫീഖ് ഉസ്താദ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പള്ളിയിലെത്തി. അന്ന് ആ പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞിറങ്ങുമ്പോൾ അതെ, തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ, ഞാൻ ആദ്യം സ്നേഹിച്ച ജസീനയുടെ ഉപ്പയുണ്ടായിരുന്നു. അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നേയില്ല. അദ്ദേഹം അള്ളാഹുവിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. ശരിക്കും അത് ഷെഫീഖ് ഉസ്താദിൻ്റെ കണ്ണിൽപ്പെട്ടു. അദ്ദേഹം ആ ഉസ്താദിൻ്റെ അരികിൽ പോയിരുന്നു. ഉസ്താദേ, മോനെ. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് ഷെഫീഖ് ഉസ്താദ് പറഞ്ഞു, കരയണ്ട, എല്ലാം പഠിച്ചവൻ്റെ വിധി. ഞാൻ ഇന്നലെയും സ്വപ്നം കണ്ടു എൻ്റെ മോളെ, എൻ്റെ പൊന്നുമോള് ഉപ്പ എന്ന് വിളിച്ച് കരയാണ്. എവിടെയാണാവോ എൻ്റെ കുട്ടി പോയത്? എന്താ ഞാൻ ചെയ്യുക? എനിക്കറിയുന്നില്ല. എൻ്റെ പെൺകുട്ടി അവളുടെ ഉമ്മയാണെങ്കിൽ പറ്റയക്കണം മോനെ. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പള്ളിയിലിരിക്കുന്ന ഉസ്താദിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഷെഫീഖ് ഉസ്താദ്. മോനെ ഷെഫി, എൻ്റെ മോനെ, സാരല്ല കേട്ടോ, ഞാൻ ഒരു വാക്ക് എനിക്ക് തന്നിരുന്നു, അതെല്ലാം ഇട്ടെറിഞ്ഞോളൂ പോയില്ലേ, സാരല്ല. വരി ബാപ്പ, നമുക്ക് വീട്ടിലേക്ക് പോകാം, അതായിരിക്കും നല്ലത്. ഉസ്താദിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അവർ രണ്ടുപേരും ആ രാത്രിയിൽ നടന്നു. ആ രാത്രിയിലെ നക്ഷത്രവും ചന്ദ്രനും കൂടുതൽ തിളങ്ങുന്നത് പോലെ ഷെഫീഖ് ഉസ്താദിന് അനുഭവപ്പെടുകയാണ്. താൻ സ്നേഹിച്ച, താൻ ഇഷ്ടപ്പെട്ട ജസീനയുടെ വീടാണിത്. അദ്ദേഹം ആ സിറ്റൗട്ടിലിരുന്ന് ചുറ്റുഭാഗത്തേക്കുമായി നോക്കി. ഇല്ല, അവളുടെ ശബ്ദങ്ങൾ ഉയർന്ന ഈ ഒരു വീട്, അവളുടെ കിളികൊഞ്ചലുകൾ കേട്ട വീട്, അവളുടെ കാലിൻ്റെ സ്പർശനങ്ങൾ ഏറ്റ ഈ ഒരു വീട്, ഇന്ന് അവൾ ഇതിലില്ല. അവൾ എങ്ങോട്ടോ പോയി, ആരുടെയോ വീട്ടിലേക്ക്. എന്തൊക്കെയാണാവോ റബ്ബേ സ്ഥിതിഗതികൾ. ഷെഫീഖ് ഉസ്താദിൻ്റെ അടുക്കിലേക്ക് ഉമ്മ വന്നു. മോന് ഞങ്ങളോട് പുറത്ത് തരണം കേട്ടോ. ബാപ്പാൻ്റെ ഒരു ഇഷ്ടമായിരുന്നു ഒരു ഉസ്താദിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ ജീവിതം റാഹത്താവേ. കാരണം കുറച്ച് ശമ്പളം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും എന്തെന്നറിയില്ല, 5000 രൂപ ശമ്പളമാണെങ്കിലും 50,000-ൻ്റെ ബർക്കത്താണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നവരല്ലേ, അപ്പം അതിൻ്റെ പ്രതിഫലം പഠിച്ചോ നമുക്ക് തരികയാണ്. അത് പൈസയിൽ മാത്രമല്ല, മറ്റു പലതിലും ബർക്കത്ത് ചെരിയും. ആ ഉമ്മ മകന് ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു. മരുമകനവൻ ആവേണ്ടവനായിരുന്നു, പക്ഷേ ഇപ്പോഴില്ല. സാരല്ല മോനെ, ചായ കുടിക്ക്. ആ ഉമ്മ സ്നേഹത്തോടെ നീട്ടിയ ആ ഒരു ചായ അത് കുടിക്കുമ്പോൾ അപ്പോഴും അവൻ അവളെക്കുറിച്ച് ഓർത്തു. വേണ്ട, ആലോചിച്ചിട്ട് കാര്യമില്ല, അവളിന്ന് മറ്റാരുടെയോ മണിയറയിലുണ്ടാകും. ഹേയ് ഇല്ല, ഒരുപാട് കൊതിച്ചതായിരുന്നു ഞാൻ അവളെ. പഠിച്ചോനെ, അവളെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. അല്ലെങ്കിലും ഇനിയിപ്പോൾ എന്തിനാ അവൾക്ക് മറ്റാരുടെയോ അല്ലേ. ഒരിക്കലും അതെൻ്റേതല്ല, എൻ്റേതൊരിക്കലും അവളല്ല. അവൾ എന്നെയെല്ലാം ഉപേക്ഷിച്ചു പോയി അവളുടെ സുഖമായ ലോകത്തേക്ക്. ഒരിക്കലും ജസീന ഇനി തിരിച്ചു വരില്ല. സങ്കടത്തോടെ അവൻ അതോർത്തു. മോനെ, ചായ കുടിക്ക്. അവൻ ആ ചായ ഗ്ലാസ് കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു അതെല്ലാം ആലോചിച്ചിരുന്നത്. മോനെ, ആലോചിച്ചിട്ട് കാര്യമില്ല,
സാരില്ല, പടച്ച റബ്ബല്ലേ വലിയവൻ. ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണുനീര് വറ്റി തുടങ്ങിയടാ. കരഞ്ഞ് കരഞ്ഞ് ഞങ്ങൾക്ക് കണ്ണുനീരില്ല. ഇനി അള്ളാഹുവിനോടുള്ള ഈ ഒരു തേട്ടം മാത്രം. റബ്ബേ, എൻ്റെ മറ്റു മക്കൾക്കൊന്നും ആ ഒരു വിധി വരരുതേ എന്ന്. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ നിന്ന് ജസീനയുടെ മുഖം മായുന്നേയില്ലായിരുന്നു. അതെ, അവൻ പണ്ടത്തെ ആ കഥകളെല്ലാം ഓർത്തു. അന്ന് അവൾ സ്കൂളിൽ പോയിരുന്ന സമയം. അല്ലാ, എന്തൊരു മൊഞ്ചായിരുന്നു അവളുടെ മുഖത്തിന്. അന്ന് എൻ്റെ മനസ്സിൽ ഞാനത് കുറിച്ചിട്ടതാണ്. റബ്ബേ, എൻ്റെ ജീവിതത്തിലെ ഒരു പെണ്ണുണ്ടെങ്കിൽ അവളെ ഞാൻ സ്വന്തമാക്കുമെന്ന്. പക്ഷേ പതുക്കെ പതുക്കെ ആ ആഗ്രഹമെല്ലാം അങ്ങ് മാറിപ്പോയി. കാരണം കുറച്ച് ദിവസം ആദ്യമൊക്കെ അവൾക്ക് എന്നോട് ഇഷ്ടമായിരുന്നു. പിന്നീട് അവൾ ഫ്രീക്കന്മാരെ തേടി നടന്നു തുടങ്ങി. അതന്നെ, അവൾക്ക് സ്റ്റൈലുള്ളവരെ മതിയത്രേ. പിന്നീട് അവളെ കാണാൻ ശ്രമിച്ചാൽ ഇല്ല, അവളങ്ങ് തട്ടിമാറും. അവൾ കരുതിക്കൂട്ടി തന്നെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ പിന്നീട് ഉസ്താദിന് ബോധ്യപ്പെട്ടു തുടങ്ങി. മറ്റൊരു കെണിയിൽ അവൾ വീഴുന്നതിന് മുമ്പ് അവളെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം ഉസ്താദ് അങ്ങോട്ട് കാണുവാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ഉപ്പയുടെ മറുപടി. ഉപ്പയോട് അവൾ പറഞ്ഞത്, ഉമ്മയോട് പറഞ്ഞത്. അതെല്ലാം കൂടി ആലോചിക്കുമ്പോൾ എന്താ ഉമ്മ, നിങ്ങൾക്ക് തീരെ ഒരു ബുദ്ധിയില്ലേ? ഒരു പെൺകുട്ടിയോട് ചോദിക്കേണ്ട ഏത് രീതിയിലുള്ള ഭർത്താവിന് നിനക്ക് വേണ്ടതെന്ന്. ഇതിപ്പോൾ എന്നെ കൊണ്ട് കയ്യിലിട്ടോ. ഉസ്താദിനൊന്നും കല്യാണം കഴിക്കാനും കെട്ടാനൊന്നും ഞാൻ പറഞ്ഞതല്ലേ. ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്ന്. പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും അതിനേറ്റ് വരുന്നത്? ജസ്റ്റ് ഒന്ന് ചോദിച്ചുകൂടെ ഉമ്മ നിങ്ങൾക്ക്? ഒരു ഉസ്താദുമാർ, എനിക്ക് ഇഷ്ടമില്ല ഉസ്താദുമാരെ. എനിക്ക് നല്ല ഫ്രീക്കൻ ചെക്കന്മാരെയൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ ആകുമ്പോഴല്ലേ നല്ല അടിപൊളി ജീവിതം ഉണ്ടാകുക. അല്ലാതെ അവരെങ്ങനെ കഴിയൂല അവരുടെ കൂടെ ജീവിക്കാൻ. അപ്പോഴും ആ ഉമ്മ പറഞ്ഞിരുന്നു, മോളെ, എനിക്ക് ഫ്രീക്കൻ ചെക്കന്മാരെ പോലെ പറക്കാൻ എൻ്റെ ഉസ്താദ് ഉണ്ടല്ലോ. ഡ്രസ്സിലെല്ലാം മാറ്റുള്ളൂ. അതിനെന്താ ബുള്ളറ്റ് ഓടിക്കാൻ ഉസ്താദന്മാർക്ക് അറിയില്ലേ? ഫ്രീക്കനായി നടക്കാൻ അറിയില്ലേ? എന്താ, നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നല്ല ഫ്രീക്കൻ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ മറ്റു കോലത്തിൽ മുടി വെട്ടുക എന്നത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ പോകുന്നിടത്തൊക്കെ 4 കാര്യങ്ങൾ കൂടെ കൊണ്ടുപോയിരുന്നു. എന്തൊരു മൊഞ്ചായിരുന്നു ഹബീബിനെ കാണാൻ. മോളെ, നിനക്കറിയില്ലേ? 4 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? 1, മുടി വാരാനുള്ള ചീർപ്പ്. അത് എപ്പോഴും മുടി നല്ല ഭംഗിയിൽ വാർന്നു വെച്ചുകൊണ്ടായിരിക്കും. 2ാമതായിട്ട് കണ്ണിൽ എഴുതുവാനുള്ള സുർമ. അതും മുത്ത് ഹബീബിൻ്റെ കയ്യിലുണ്ടാകുമായിരുന്നു. അതുപോലെ തന്നെ കണ്ണാടി, മുഖം നോക്കുവാനും തല ശരിയാക്കുവാനൊക്കെ ഉള്ള കണ്ണാടി, ഹറാക്ക്, അതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ. ഹബീബിന് എപ്പോഴും സൗന്ദര്യം ഇഷ്ടമാണ്. അതുകൊണ്ട് ആ മാതൃകയാണല്ലോ നമ്മൾ ആവേണ്ടത്. എല്ലാ ഉസ്താദന്മാരും എന്തൊരു മൊഞ്ചായിരിക്കടി, അത്രയൊക്കെ പുരട്ടി കണ്ണിൽ സുറുമൊക്കെ എഴുതി നല്ല തലയിൽ കെട്ടി എന്തൊരു ഭംഗിയാണ് അവരെ കാണാൻ. അതൊന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലും നടക്കണമല്ലാണോ എനിക്കിഷ്ടം? ബുള്ളറ്റും നടന്നു വെച്ചിട്ട് കുറച്ച് ഫ്രീക്കന്മാരാവോ? ഒരിക്കലും ഇല്ല. ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ അവരുടെ അടുക്കൽ കൂടി പോകുമ്പോൾ തന്നെ എന്തൊരു പ്രത്യേക ഒരു സ്മെല്ലാണ്. എപ്പോഴും അത്ര യൂസ് ചെയ്യുന്നവരായതുകൊണ്ട്. സുഗന്ധം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടാണ്, നമ്മുടെ മുത്ത് ഹബീബ് ഇഷ്ടപ്പെട്ടതാണ്. അതൊക്കെ ഉപയോഗിക്കുന്നവരെയാണോ നിനക്ക് വേണ്ടത്? അതോ എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട ഉമ്മ. നിങ്ങൾ എന്നോടൊന്നും പറയണ്ട. എനിക്കിഷ്ടമുള്ള ഞാൻ തിരഞ്ഞെടുക്കും. അതെനിക്കൊരു ചെക്കനെ ഇഷ്ടമാണ്, അവനെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. പക്ഷെ ആരെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. ഉമ്മ പറഞ്ഞു, മോളെ, ഈ കെണിയിലൊന്നും ചെന്ന് ചാടലിട്ടോ, പെട്ടുപോകും. പെട്ടുപോയവരാരും രക്ഷപ്പെട്ടിട്ടില്ല. പൊന്നുമോളെ, എൻ്റെ പൊന്നുമോളെ, അതിനൊന്നും നിൽക്കരുതേ. ഉമ്മയുടെ ആ ഒരു ഉപദേശം തട്ടിക്കളയുകയായിരുന്നു ജസീന. ഒന്ന് പോയി തരുമോ? ഒരു സമാധാനത്തിൽ നിൽക്കാനും കഴിയൂല. എന്താ പിന്നെ എനിക്ക് കുറച്ച് ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ആ ഇഷ്ടത്തിനൊക്കെ എതിരായി ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ ഉമ്മ? നിങ്ങൾ പറഞ്ഞോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ എൻ്റെ ഇഷ്ടം തിരഞ്ഞെടുക്കുന്നത്. എന്തൊക്കെ തന്നെയാലും അവനാനൊരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ അവനല്ലാതെ നാട്ടുകാരെ ഇഷ്ടമല്ല നോക്കല്, വീട്ടുകാരതും അല്ല. ആ കുട്ടിയുടെ ഇഷ്ടം നോക്കണം. മോളെ, എൻ്റെ ഭാവി ജീവിതം ഓർത്തിട്ടാണ് ഉമ്മ പറയണത്. ജീവിതം എന്ന് വെച്ചാൽ ചെറുതൊന്നല്ല, വലുതന്നെയാണ് അത്യാവശ്യം. അതിന് നല്ല രീതിയിൽ റാഹത്തോടു കൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആളുകളെ കണ്ടെത്തണം. അതിനുപോലും സമ്മതിക്കാതെ അവൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആളെ കിട്ടാനാണോ പണി? എന്താന്നില്ല ഉമ്മ, ഇനി നിങ്ങൾ കൂടുതൽ ഉപദേശിക്കരുത്. ഈ ഒരു വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല. മകൾ ആ വിവാഹബന്ധം തട്ടിത്തെറിപ്പിച്ചത് വളരെ വേഗത്തിലായിരുന്നു. അന്ന് വേദനിച്ചത് ഉമ്മയുടെയും ഉപ്പയുടെയും ഹൃദയം മാത്രമല്ല, ഉസ്താദിൻ്റെയും ഹൃദയം കീറി മുറിക്കുന്ന പോലെയാണ് ആ ഒരു വാക്കുകൾ അവർക്ക് അനുഭവപ്പെട്ടത്. മാതാപിതാക്കളുടെ വാക്ക് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സ്വന്തം ജീവിതം തിരഞ്ഞെടുത്ത ജസീനയുടെ കഥ
ബാക്കി ഇനി എന്തായി തീരുമെന്ന് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.